വാർത്തകളിലേക്ക് വിശദമായി. വയനാട്ടിലെ ആളെക്കൊല്ലിക്കാട്ടാനയ്ക്കായുള്ള തിരച്ചിൽ വിഫലമായി തുടരുന്നു. ഓപ്പറേഷൻ ബേലൂർ മക്ന ദൌത്യത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നുള്ള വനപാലക സംഘവും വയനാട്ടിലെത്തി. അതിനിടെ ദൌത്യത്തിനായി പ്രത്യേക അധികാരങ്ങളോട് കൂടിയ ഉദ്യോഗസ്ഥരെയും CCF റാങ്കിലുള്ള ഓഫീസറെയും നിയമിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. വയനാട് മാനന്തവാടിയിൽ അജീഷിനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ പിടികൂടാനുള്ള ശ്രമം ഒരാഴ്ചയോളമായി തുടരുകയാണ്. ഉയർന്നു നിൽക്കുന്ന മുള്ളുപടർന്ന കുറ്റിക്കാടുകളും കൂടെയുള്ള മോഴയാനയുമാണ് ദൗത്യം ദുഷ്കരമാക്കുന്നത്. ഇടതൂർന്ന മരങ്ങൾ മൂലം ഡ്രോൺ പറത്താനാകാതിരുന്നതും പ്രതിസന്ധിയായി. അതിനിടെ ബേലൂർ മഖ്ന ദൗത്യത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നുള്ള 25 അംഗ വനപാലക സംഘം വയനാട്ടിലെത്തി. നേരത്തെ ബേലൂർ മഖ്നയെ കർണാടകയിൽ പിടികൂടിയപ്പോൾ ദൗത്യസംഘത്തിലുണ്ടായിരുന്നവരാണ് ഇപ്പോൾ വയനാട്ടിലെത്തിയത്. ദൗത്യത്തിനായി CCF റാങ്കിലുള്ള ഓഫീസറെ നിയമിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിലും തീരുമാനമായി. പ്രത്യേക അധികാരങ്ങളോടുകൂടിയ ഉദ്യോഗസ്ഥരെയും നിയമിക്കും. വയനാട്ടിൽ നിലവിലുള്ള RRT സംഘത്തോടൊപ്പം 2 പുതിയ RRT ടീമുകളെ നിയമിക്കാനും വയനാട് വനമേഖലയിലെ റിസോർട്ടുകളിൽ രാത്രി DJ പാർട്ടികൾ നിയന്ത്രിക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18 വയനാട്. വയനാട് പുൽപ്പള്ളി സുരഭിക്കവലയിൽ കണ്ട കടുവയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാക്കി നാട്ടുകാർ. കടുവയുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. പ്രദേശത്തെത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞു. കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടുന്ന വനംവകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിട്ടയച്ചത്. വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ജനങ്ങൾ മരണഭീതിയിൽ കഴിയുമ്പോൾ വയനാട്ടുകാരെ പരിഹസിക്കുന്ന വനം മന്ത്രിയുടെ നിലപാട് അപമാനകരമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തൽസ്ഥാനത്ത് തുടരാൻ AK ശശീന്ദ്രൻ അർഹനല്ലെന്നാരോപിച്ച് വനമന്ത്രിയുടെ കോലം കത്തിച്ചു. ഇത്തരത്തിൽ നിരവധിയാർന്ന വന്യമൃഗശല്യം ഈ വയനാട് ജില്ലയിൽ ഉണ്ടാകുമ്പോഴും അതിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. പാർട്ടി മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെയും പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തയ്യാറാക്കിയേക്കും. സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ കമ്മിറ്റികൾക്ക് കൈമാറും. അവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനം നടത്താനാണ് ആലോചന. മുതിർന്ന നേതാക്കളും കൂടുതൽ വനിതകളും പട്ടികയിൽ ഉണ്ടാകും. MLA-മാരിൽ ചിലരെയും പൊതുസമ്മതരെയും CPM മത്സരിപ്പിക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് BJPക്ക് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് കുമ്മനം രാജശേഖരൻ. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയും തലസ്ഥാന മണ്ഡലത്തിൽ വരില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനസമ്മതിയുള്ള നേതാവായിരിക്കും രംഗത്തിറങ്ങുകയെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ന്യൂസ് 18 Q18 കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. തിരുവനന്തപുരം തലസ്ഥാന മണ്ഡലത്തിൽ താങ്കളുടെ പേരുണ്ടെന്ന് പറഞ്ഞു. പല രീതിയിലുള്ള പേരുകൾ BJPയുടെ കേന്ദ്ര മന്ത്രിമാരടക്കം വന്നേക്കും എന്ന രീതിയിലൊക്കെ ഉള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. BJPയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ജനങ്ങൾ സമ്മതിയുള്ള, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന, ജനങ്ങൾ കണ്ട് അവർക്ക് നല്ല മതിപ്പുള്ള ആളുകളെ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു അത്ഭുതം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ സ്ഥാനാർത്ഥികളെല്ലാവരും ജനങ്ങളുമായി ഇടപഴകി ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ സമ്മതി ആർജിച്ച ജനകീയരായിട്ടുള്ള ആളുകളാണ്. ഒരു സ്ഥാനാർത്ഥി അല്ലാത്തവരായിട്ടില്ല. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇത്തവണ BJPക്കൊപ്പമുണ്ടെന്നാണ് ഉറച്ച പ്രതീക്ഷയെന്ന് കുമ്മനം രാജശേഖരൻ. BJPയുടെ പദയാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് കിട്ടിയത്. കേരളത്തിൽ ക്രൈസ്തവ പുരോഹിതർക്കെതിരെ നിരന്തരം കേസുകൾ എടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. സമുദായം നേരിടുന്ന അവഗണന തിരിച്ചറിയുന്ന ക്രൈസ്തവർ BJPക്കൊപ്പം നിൽക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള പിന്തുണ ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്കൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ? തീർച്ചയായിട്ടും അതല്ല. അവരൊക്കെ ഒരു വിരോധം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ലല്ലോ ഇവിടെ. അവരോട് എപ്പോഴും കഴിഞ്ഞ ഈസ്റ്റർ ദിനാഘോഷത്തിൽ അതുപോലെ ക്രിസ്തുമസ് ആഘോഷത്തിൽ ഒക്കെ എത്രയോ സന്തോഷത്തോടുകൂടി പാർട്ടി പ്രവർത്തകർ ഓരോ ഗ്രാമങ്ങളിലും ക്രൈസ്തവ വീടുകൾ കയറി ഇറങ്ങി അവർക്ക് നന്മകൾ നേർന്നു, ആശംസകൾ നേർന്നു. അവരൊരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും നാളായിട്ട് ഏത് പ്രധാനമന്ത്രി അങ്ങനെ ഒരു ക്രിസ്മസ് ദിനത്തിൽ പോയി ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തു?
ഈ നെഞ്ച് പുലർന്ന് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാന്ന് പറയുന്ന ആൾക്കാരുടെ എന്ത് പറയാൻ? ഇത് വോട്ടാകുമോ? അത് അവരതിശയിക്കണം. ആ ചോദ്യം ക്രൈസ്തവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ല, ബിജെപിയുടെ ഒരു പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ടല്ലോ, നമുക്കെല്ലാ വോട്ടും കിട്ടണം എന്ന് തന്നെയാണ്. ഇലക്ഷന് മത്സരിക്കുന്നത് ജയിക്കാനാണ്, ജയിക്കണമെങ്കിൽ വോട്ട് വേണം. എല്ലാ വോട്ടും കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതായത് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ അവഗണിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ വന്ന സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ നിന്ദയാണ് ഈ സ്കോളർഷിപ്പ് വിതരണത്തിലും ഒക്കെ കാണിക്കുന്ന ഈ പറയുന്ന മതപരമായ വിവേചനം, അവഗണന. ക്രൈസ്തവ സഹോദരങ്ങൾ എങ്ങനെ സഹിക്കും? കിട്ടുന്ന കോടിക്കണക്കിന് രൂപയിൽ പങ്കുവെക്കുമ്പോൾ 80% മുസ്ലിങ്ങൾക്ക്, 20% ക്രൈസ്തവർക്ക് എന്ന് പറഞ്ഞാൽ അതിനെന്ത് വാങ്ങുന്നുണ്ടാവുള്ളത്? അതുപോലെ തന്നെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളോട് കാണിക്കുന്ന അവഗണന, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് കാണിക്കുക. അവർ എത്രയോ നാളുകളായിട്ട് അവരുടെ ആക്ഷേപങ്ങളും അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രേഖപ്പെടുത്തുന്നു. ആ അവലാദികൾക്ക് എന്താ ഒരു പരിഹാരം ഉണ്ടാക്കുന്നത്? അവരായിട്ട് ചർച്ച ചെയ്യാത്തത് എന്താണ്? വേണ്ട. ഇവിടുത്തെ ജാക്കോബൈറ്റ്സ് ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമുണ്ട്. ഈ സംഘർഷം എത്ര നാളുകളോളാണ്. ഒരു സംസ്ഥാനത്ത് ഇത്രയധികം രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഓരോ ദിവസവും രൂക്ഷമായി വരുമ്പോൾ, അതൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുമ്പോൾ ഇടപെടണ്ടേ? ഇടപെട്ട് രണ്ടു കൂട്ടരെയും വിളിച്ചിട്ട് സംസാരിക്കണ്ടേ? അതിനൊരു ഭരണാധികാരിക്ക് ഉത്തരവാദിത്വമില്ലേ? അതെന്തുകൊണ്ട് നിർവഹിക്കുന്നില്ല? അപ്പോൾ തമ്മിൽ അടിച്ചോട്ടെ എന്നല്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ സമാധാനം ഉണ്ടാകണം, ഏറ്റുമുട്ടലുകൾ പാടില്ല. അതും പ്രത്യേകിച്ച് രണ്ട് വിഭാഗങ്ങൾ തന്നു. അത് ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നോ രണ്ടോ പല വട്ടം സംസാരിക്കണം. കേരളത്തിൽ അയോധ്യ വോട്ടാകുമെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. ജനങ്ങൾക്കിടയിൽ ഒരു രാമവികാരമുണ്ട്. കേരളം രാമകേരളമാണ്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തതിന് തെളിവുണ്ട്. ആ വിശ്വാസം പുലർത്തുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ അയോധ്യ ഉയർത്തിയ രാമവികാരം കേരളത്തിലും അലയടിക്കും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കുമ്മനം രാജശേഖരൻ Q18 പറഞ്ഞു. അയോധ്യ പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാകുന്നുണ്ട് ദേശീയ തലത്തിൽ. കേരളത്തിലും അത് ബിജെപി മുഖ്യ വിഷയമായിട്ട് ഉയർത്തിക്കാട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു രാമവികാരമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളം രാമകേരളമാണ്. അത് വെറുതെ പറയുന്നതല്ല. ത്രേതായുഗ കാലത്ത് രാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് തെളിവുകളുണ്ട്. ഒന്ന് പീഠം, ശബരിമല, ശബരിയാശ്രമം, അത് കേരളത്തിലുണ്ട്. കോടിക്കണക്കിന് അയ്യപ്പന്മാർ ശബരി പീഠം ദർശനം നടത്തി പോവുകയാണ്. ശബരി ആശ്രമമുണ്ട്. ജടായുപ്പാറയുണ്ട്. അവിടെ ജടായുവിൻ്റെ ശില്പം, അതുപോലെ തന്നെ രാമൻ്റെ ക്ഷേത്രം, ഇതെല്ലാം അവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ സ്ഥലനാമങ്ങൾ പലതും നോക്കുമ്പോൾ രാമനുമായി ബന്ധപ്പെട്ടതാണ്. നാലമ്പല യാത്ര, അതുപോലെ ഒരു മാസം മുഴുവൻ രാമായണം വായിക്കുന്നു. കേരളത്തിലല്ല വേറെ എവിടെയുള്ളത്. അപ്പോൾ ഒരു രാമവികാരം ഇവിടെയുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ പൈതൃകം രാമപൈതൃകമാണ്. തീർച്ചയായിട്ടും ഇവിടെയും ഒരു വലിയ പുനരുജ്ജീവനത്തിൻ്റെ, ഒരു വലിയ നവോത്ഥാനത്തിൻ്റെ, ഒരു രാമ ചിന്തയുടെ ഒരു പുനരുജ്ജീവനം ഉണ്ടാകും. കേരളത്തിന് ഉള്ളത് ഒരു സെക്യുലർ മൈൻഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അതിനു മുമ്പുണ്ടായിട്ടുള്ള വിഷയങ്ങളായിരിക്കും കൂടുതൽ എടുത്തു നിൽക്കുക എന്നുള്ളൊരു കാര്യമാണല്ലോ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസ്സുകാരും പറയുന്നത് അതാണല്ലോ. അപ്പൊ ആ രീതിയിൽ വർക്കൗട്ട് ആവുന്നതിന് പകരം രാമവികാരം പ്രധാനമായിട്ട് മുന്നിൽ നിൽക്കും, അങ്ങനെയാണോ കരുതുന്നത്? രാമവികാരം ഒരിക്കലും ഇവിടുത്തെ സാമൂഹ്യ സമത്വത്തിനെതിരല്ല, ഇവിടുത്തെ ഭൗതികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നതിനെതിരല്ല, ഇവിടുത്തെ വികസന സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വിരുദ്ധമല്ല. പിന്നെന്താ, മനുഷ്യൻ എന്ന് പറയുന്നത് അവർക്ക് ചില ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വികാരങ്ങളുണ്ട്, വിശ്വാസ സങ്കല്പങ്ങളുണ്ട്. അത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതിനെയും നമ്മൾ കണക്കിലാക്കണം. അതുകൊണ്ടാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്, അതോടൊപ്പം തന്നെ സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ്, ഇതെല്ലാം വേണം. പ്രധാനമന്ത്രി പറയുന്നത് അതാണ്, സബ്കാ വികാസ്, സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങൾ കൂടി ഇവിടെ തീർച്ചയായിട്ടും. കാരണം ഇവിടെ എല്ലാ വീടുകളും നോക്കിയോ, കേന്ദ്ര സർക്കാരിന്റെ ഗുണഫലങ്ങൾ ലഭിക്കാത്ത വീടുകൾ വളരെ കുറവാണ്. ഇനിയൊരു ഇടവേള.
SFIO അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഉച്ചയ്ക്ക് 2:30-നാണ് വിധി പറയുക. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു. അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞ കോടതി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് വീണ വിജയന് നിർദ്ദേശവും നൽകി. SFIO ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കണമെന്ന് എക്സാലോജിക്കിനോട് കോടതി നിർദ്ദേശിച്ചു. വിധി പറയും വരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് SFIOയോടും കോടതി പറഞ്ഞു. CMRലും എക്സാലോജിക്കുമായുള്ള ഇടപാടുകൾ ഗൗരവ സ്വഭാവത്തിൽ ഉള്ളതാണ് എന്നതായിരുന്നു SFIOയുടെ വാദം. കരിമണൽ കമ്പനിയായ CMRലിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെക്കുറിച്ചാണ് SFIO അന്വേഷണം. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ED സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. ദുരന്തത്തിന് ഇരയായവരാണ് ഹർജി നൽകുക. വെവ്വേറെ ഹർജികളാണ് നൽകുക. സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ സ്ഥലം സന്ദർശിച്ചിരുന്നു. മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ചത്. അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കും. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഗവർണർ. ഒരു വശത്ത് SFIക്കാരുടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറയുകയും മറുവശത്ത് തനിക്ക് സുരക്ഷയൊരുക്കുകയും പറയുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തലാണെന്ന് ഗവർണർ പരിഹസിച്ചു. ഗവർണർക്കെതിരെ തൃശൂരിൽ കരിങ്കൊടി കാട്ടിയവരെ മർദ്ദിച്ച 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ. ചേറ്റുവ സ്വദേശി വിനീത്, എങ്ങണ്ടിയൂർ സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത്. വിനീത് മുൻ ABVP പ്രവർത്തകനാണ്. മണികണ്ഠൻ BJP പ്രവർത്തകനാണ്. എങ്ങണ്ടിയൂരിൽ വെച്ചായിരുന്നു ഗവർണറെ കരിങ്കൊടി കാട്ടിയത്. സംഭവത്തിൽ 2 വനിതകൾ ഉൾപ്പെടെ 14 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഭാരത് ബന്ദ് ഇന്ന്. സംയുക്ത കിസാൻ മോർച്ച ഉൾപ്പെടെ വിവിധ തൊഴിലാളി സംഘടനകളാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത്. പ്രധാന നഗരങ്ങളിൽ റോഡ് തടയലിന് ആഹ്വാനമുണ്ട്. പഞ്ചാബിലെ മിക്ക സംസ്ഥാനങ്ങളിലും ദേശീയപാതകളിലും 4 മണിക്കൂർ അടച്ചിടും. ഹരിയാനയെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിൽ രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും കർഷക പ്രതിഷേധമുണ്ടാകും. കഴിഞ്ഞ ഡിസംബറിലാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത്. കർഷക പെൻഷൻ, OPS, കർഷക നിയമ ഭേദഗതി എന്നിവ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബന്ദ്. കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിനെ ഡൽഹി പോലീസ് തടഞ്ഞതിലും പ്രതിഷേധം ശക്തമാണ്. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവിൽ പ്രതിഷേധം കനക്കുകയാണ്. മൂന്നാർ DFOയുടെ ഉത്തരവ് പ്രതിഷേധാർഹമാണെന്ന് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനൂസ് കറിയ പറയുന്നു. വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്നാണ് ആരോപണം. ദിവസങ്ങൾക്ക് മുൻപാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി, നേരിമംഗലം, ദേവികുളം, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വനംവകുപ്പ് വാച്ചർമാരെ പിരിച്ചുവിടാൻ ഉത്തരവ് വന്നത്. മാർച്ച് 31-ന് കാലാവധി കഴിയുമെന്നായിരുന്നു അറിയിപ്പ്. ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്നു. DFOയുടെ ഉത്തരവ് പ്രതിഷേധാർഹമാണെന്ന് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനു സക്കറി പറയുന്നു. വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് വലിയ പ്രതിസന്ധികൾക്കിടയാക്കുമെന്നാണ് പരാതി. തികച്ചും നിഷേധാത്മക നിലപാടാണ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ശമ്പളം പലർക്കും പല മാസങ്ങളിലായി കൊടുക്കാൻ കിടക്കുന്നു. 30 ദിവസം ജോലി ചെയ്താൽ 15 ദിവസം മുതൽ 20 ദിവസം വരെയാണ് അവർക്ക് ഇപ്പോൾ ശമ്പളം ലഭിക്കുന്ന സാഹചര്യമുള്ളത്. ഇത്തരം സാഹചര്യമൊക്കെ നിൽക്കുമ്പോഴാണ് ഈ വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ശക്തമായി ആ തീരുമാനത്തിൽ പ്രതിഷേധിക്കുകയാണ്. ശക്തമായ സമരപരിപാടികളുമായി നടക്കുന്നത്. ഉത്തരവ് നടപ്പിലായാൽ മനുഷ്യ-വന്യജീവി സംഘർഷ ലഘൂകരണം, വനവിഭവശേഖരണം, വനവികസനം തുടങ്ങിയ ബഡ്ജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലി നഷ്ടമാകും.
വന്യജീവി ശല്യം രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ, ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാരില്ലാതാകുമെന്നാണ് ആശങ്ക. ന്യൂസ് 18 മൂന്നാർ. പിസ്സ മുതൽ പാനിപൂരി വരെ വിൽപ്പനയ്ക്ക് എത്തിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ ഭക്ഷ്യപ്രദർശന വിൽപ്പനമേള കാണാൻ വൻ തിരക്ക്. വണ്ടൂർ ഗേൾസിലെ ഹൈസ്കൂൾ വിഭാഗം പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഭക്ഷ്യമേള നടത്തിയത്. ഇന്ന് വിപണിയിൽ കിട്ടുന്നതെല്ലാം ഒരൊറ്റ ക്ലാസ് മുറിയിൽ 40ഓളം വിദ്യാർത്ഥിനികൾ എത്തിച്ച ഭക്ഷ്യവസ്തുക്കളാണ് കാണാനും വാങ്ങിക്കാനും അവസരമൊരുക്കിയത്. പാനിപൂരി രുചിക്കാനാണ് മിക്കവരും തിരക്ക് കൂട്ടിയത്. ഡ്രീം കേക്കുകൾക്കും ആവശ്യക്കാരുണ്ടായിരുന്നു. ഇനം ഭക്ഷണ സാധനങ്ങളാണ് ചൂടപ്പം പോലെ വിറ്റഴിച്ചത്. ആകർഷകങ്ങളായ ഓഫറുകളും പ്രത്യേകതയായിരുന്നു. ഫുഡ് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഫാൻസി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കുട്ടികൾ കൈ വെച്ച് ഉണ്ടാക്കിയത് തന്നെയാണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സംഭവമാണ് മുത്ത് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം നല്ല വില കുറവിലാണ് കൊടുക്കുന്നത്. ഫുഡ് ഐറ്റംസ് ഡ്രീം കേക്ക്, ഇറാനി പോള, അങ്ങനത്തെ കടികളും ഉപ്പിലിട്ട് സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. മിസ് വില പറഞ്ഞിരുന്നു 50 രൂപേക്കാളും മുകളിൽ പാടില്ലാന്ന്. അപ്പൊ ചെറിയ പൈസക്കാണ് കുട്ടികൾ ചെയ്യുന്നത്. ഈ കടകളിലുള്ള സാധനങ്ങളൊക്കെ അതിനേക്കാളും കുറച്ചുകൂടി വില കുറച്ചിട്ടാണ് കുട്ടികൾ വെക്കുന്നത്. ഇതിലൂടെ കുട്ടികൾ എങ്ങനെ സെയിൽ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നുണ്ട്. 8-9 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഒരു ദിനം കച്ചവടത്തിനായി മാറ്റിവെച്ചത്. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്ത് ആദ്യമായി എയ്ഡഡ് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണമൊരുക്കി കൊല്ലം ഇളമോട് ഗ്രാമപഞ്ചായത്ത്. കൊട്ടാരക്കര വാളിയോട് RVUP സ്കൂളിൽ ആയിരുന്നു സംസ്ഥാനതല ഉദ്ഘാടനം. ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ 6 എയ്ഡഡ് സ്കൂളുകളിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് പ്രഭാത ഭക്ഷണം ഒരുക്കുന്നത്. പഞ്ചായത്ത് പരിധിയിലുള്ള 6 LP UP സ്കൂളുകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി C. ചിഞ്ചുറാണി നിർവഹിച്ചു. പ്രാർത്ഥന ചെല്ലുമ്പോൾ നമുക്കറിയാം പല കുട്ടികൾക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുമ്പോൾ എയ്ഡഡ് മേഖലയിലെ കുഞ്ഞുങ്ങൾക്ക് അതില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് പലപ്പോഴും കാണുന്നത്. തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കുവാൻ ഇത്തരത്തിലൊരു നല്ല പ്രോജക്റ്റിന് രൂപം കൊടുത്ത ഇളമാട് ഗ്രാമപഞ്ചായത്തിന് അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം കേരളത്തിൽ നമ്മുടെ എയ്ഡഡ് മേഖലയിൽ ഇല്ല എന്ന് പറയണ്ട. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ കുമ്മിൾ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആശുപത്രിക്കാർ ഇതിനു വേണ്ടി അവർ വന്നിട്ടുണ്ട്. അതെല്ലാവരും നമ്മൾ നേരത്തെ തന്നെ ഉദ്ഘാടനം ചെയ്തു. അത് പല സ്കൂളുകളിലുണ്ട്. 6 സ്കൂളുകളിലായി 674 കുട്ടികളാണ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നത്. ഓരോ ദിവസവും കുട്ടികൾക്ക് നൽകാനുള്ള പ്രഭാത ഭക്ഷണത്തിന്റെ മെനു തയ്യാറാക്കി HMന് നൽകിയിട്ടുണ്ട്. 2023-24 വർഷത്തിലേക്ക് 5 ലക്ഷം രൂപയും 24-25 വർഷത്തേക്ക് 10 ലക്ഷം രൂപയുമാണ് DPCയിൽ നിന്നും അംഗീകാരം നേടി അനുവദിച്ചിട്ടുള്ളത്. എയ്ഡഡ് സ്കൂളുകളിൽ ആദ്യമായി പ്രഭാത ഭക്ഷണം ഒരുക്കാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. ആദ്യ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.